പാപ്പനുണ്ടോ അവിടെ? കാഞ്ഞിരപ്പള്ളി പാപ്പനുണ്ടോ അവിടെ? ആ, മിഖായലേ ഇടണോ? എന്താ വിശേഷം? അല്ല, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിക്കാന്നേ, ഇങ്ങോട്ട് വരണം, കേറി വാ. പാപ്പച്ചൻ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. എന്നോട് കാര്യം വല്ലതും പറയാനുണ്ടോ? ഇങ്ങോട്ട് കേറി വരണം മനുഷ്യാ, വാ. എന്താ വസ്തുവിന്റെ കാര്യം വല്ലതും പറയാനാണോ? അതെങ്കിൽ കൊടുത്തേരും മിക്കായാലേട്ടാ. കണ്ടില്ല എന്തെല്ലാം പ്രശ്നങ്ങളാണ്. കല്യാണം മുടങ്ങുന്നു, അലമ്പുണ്ടാവുന്നു, അതങ്ങ് കൊടുത്തേക്കുന്നേ. പാപ്പച്ച നല്ല വില കൊടുത്തേക്കണം. പറ്റിക്കരുത്. കാര്യം എന്തൊക്കെയാണെങ്കിലും അങ്ങനെ സീതനം കിട്ടിയതാ. അങ്ങനെ വളരെ ദേഹം വെച്ച് നല്ല ആദായം ഉണ്ടാക്കിയിരുന്നു. വസ്തു തരത്തില്ലാന്ന് വെച്ച് അയലോക്കത്തിൽ നിന്ന് പാപ്പൻ ഞങ്ങൾ എങ്ങനെ ഉപദ്രവിക്കുന്നത് ദൈവത്തിന് നിരക്കാത്ത പണിയാ. കാര്യം എന്താണെന്ന് വെച്ചാ പറയൂ. എന്തിനാ കാടും പടപ്പൊക്കെ? എന്റെ മോൾക്ക് ഭ്രാന്തില്ലാന്ന് പാപ്പൻ അറിയാലോ. അത് കൊള്ളാം. ഇയാളുടെ മോക്ക് എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് അന്വേഷിക്കലല്ലേ എന്റെ ജോലി. എന്റെ മോളിക്കുട്ടിയെ കാണാൻ വന്ന കൊങ്ങാണ്ടൂർക്കാരനോട് പാപ്പൻ എന്നാ പറഞ്ഞേ? എന്തിനാ അയാൾക്ക് പട്ടയും പന്നിയിറച്ചിയും കൊടുത്ത് വേണ്ടാധീനം കാണിച്ചേ? എനിക്ക് ഇഷ്ടമുള്ളത് പറയും. എന്റെ വീട്ടിൽ വരുന്നവർക്ക് പട്ടയല്ല, സ്കോച്ചും പന്നിയിറച്ചിയും കരിമീൻ പൊള്ളിച്ചതും ഒക്കെ കൊടുക്കും. താൻ ആരാ അത് ചോദിക്കാൻ? എന്തിനാ പാപ്പ ഇങ്ങനെ ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയുന്നേ? ഉത്തിരിപ്പ് കടമുള്ളതാ കേട്ടോ. കല്യാണം മുടക്കുന്നത് പോലെ ഒരു കൊടിയ പാപം വേറെ ഇല്ല. ഒന്ന് പോടോ ഉപദേശി. മുകളിലൊരു തിരിപ്പുണ്ട്, നിന്നോട് ചോദിച്ചോളൂ പാപ്പ. വരട്ടെ. രാവിലെ മുറ്റത്തൊന്ന് പ്രാവുന്നോ? ചെല്ല്, പോയി ചെന്ന് കേസ് കൊടുക്ക. ഇന്ന് ഞാൻ അവനെ തല്ലുകൊള്ളും പറഞ്ഞേക്കാം. തന്റെ കൊടലി ഞാൻ എടുക്കും. ഞാൻ പെണ്ണ് വേറെ. ഏലിയമ്മേ, പകരം വീട്ടിൽ നിന്ന് നമ്മളല്ല, ദൈവമാണ്. എടാ, എന്റെ മോക്ക് ഭ്രാന്താണെന്നില്ലേ? ചത്തുപോയ തന്റെ തന്തയ്ക്കും തള്ളയ്ക്കും കെട്ടിയേക്കോടാ ഭ്രാന്ത്. ഞാൻ ആള് പെശക. ചൊണയുണ്ടെങ്കിൽ തല്ലടാ. കോഷണ്ടി ചാണത്തലയാ. പള്ളിയെ മുടിപ്പിച്ചുണ്ടാക്കിയ കാറ്റിന്റെ മൂപ്പ് കയ്യിലിരിക്കണ. കൂനാമുചേലിയമ്മയുടെ കളിക്കരുത്. നീ നിന്റെ ചെവിക്ക് കളിക്കോ? ആയിക്കോളാം. ഓടാ കോഷണ്ടി. അമ്മച്ചി 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 അപ്പച്ച അപ്പച്ച അപ്പച്ച. എന്താ? അമ്മച്ചിയെ കാണുന്നില്ല. അപ്പച്ച അപ്പച്ചേ, പെട്ടിയിലിരുന്ന് അമ്മച്ചിയുടെ തേച്ച് വെച്ച ചട്ടയും മുണ്ടും കവണിയും കാണുന്നില്ല. ചട്ടയും മുണ്ടും കവണി ഇട്ടുകൊണ്ട് അവൾ ഈ പരപരാ വെളുപ്പിന് എവിടെ പോയി? ഞങ്ങളുടെ അമ്മച്ചി ഇങ്ങോട്ടങ്ങനെ വന്നായിരുന്നോ? ഇല്ല. വീട്ടിലില്ലേ? ഇല്ല. ഇനിയിപ്പൊ പാപ്പച്ചേട്ടന്റെ ഗുണ്ടാളം കാണാൻ വന്ന് പൊക്കിക്കൊണ്ട് പോയതാണോ? കരുനാക്കൊണ്ടൊന്നും പറയാതെ എടുത്തി. കരിനാക്ക് പറയുന്നതിനാ കുഴപ്പം, ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അമ്മയെ പോലെ തന്നെ മോളും. ഞങ്ങളുടെ അമ്മച്ചി വഴിയിലെങ്ങനെ കണ്ടോ? അത് പറയാനാണ് നമ്മൾ ഓടി വന്നത്. അമ്മച്ചി ഇന്ന് ഉപ്പുകണ്ടത്തേക്കുള്ള പച്ച ബസ്സിൽ കയറി പോണ നമ്മള് കണ്ട്. ആങ്ങളമാരുടെ അടുത്തേക്ക് ആവുള്ളൂ. അല്ല, ഇന്ന് ഇവിടെ വല്ല ബെട്ടും കുത്തൊക്കെ നടക്കൂട്ടാ. എന്റെ കർത്താവേ, കർത്താവേ, അടി പാർസലായിട്ടാ വരണ. ജിമ്മി, പാപ്പഞ്ചേട്ടാ, പാപ്പഞ്ചേട്ടാ, പാപ്പഞ്ചേട്ടാ. എന്താടാ വെളുപ്പിനെ? സംഗതി കൊഴിഞ്ഞു കേട്ടാ. എന്താ? ജിമ്മി, നിന്റെ തോക്കും കൊച്ചു വിച്ചാത്തി ഒക്കെ എടുത്തോ. ആളെയും കൂട്ടിക്കോ. ഏലിയാമ്മ ഉപ്പണ്ടത്തിന് പോയിട്ടുണ്ട്. അവരുടെ ആങ്ങളമാരില്ലേ, ചട്ടമ്പ്യാര ആങ്ങളമാര്, അവരുടെ അടുത്തേക്ക്. അച്ചോ അച്ചോ അച്ചോ, ഇന്ന് ഇടവകയില് കൊലപാതകം ഉണ്ടാവും, വെട്ടുമുത്തും ഉണ്ടാവും. എന്താ മത്തായി? ഇന്നലെ ആ കൂനാമൂച്ചിക്കാരും കാഞ്ഞിരപ്പള്ളി പാപ്പഞ്ചേട്ടനുമായിട്ടൊരു അലമ്പുണ്ടായില്ലയോ? ഏലിയാമ്മയെ അവരുടെ ആങ്ങളമാരെ വിളിക്കാൻ പോയിരിക്കുക. അവരുടെ ആങ്ങളമാരെന്ന് പറഞ്ഞ അച്ഛനറിയാവോ? കേട്ടിട്ടുണ്ട്. കേട്ടതിനേക്കാൾ വൃത്തികേടാ. കുത്തും വെട്ടും തല്ലും ഇല്ലാത്ത ദിവസവും ഇല്ല. അവന്മാര് വന്നാ ഈ ഇടവകയിൽ കൊലപാതകം നടക്കും. അച്ഛൻ ഒന്ന് വരണം. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ദൈവഭയവും ഭക്തിയും ഉള്ളവരല്ലല്ലോ. ഉപ്പ് കണ്ട ചട്ടമ്പിമാർക്കും അതില്ല, കാഞ്ഞിരപ്പള്ളി പാപ്പനും അതില്ല. അച്ഛൻ നിർത്തണ്ടാ, വിട്ടോ. അളിയാ, പൊന്നളിയാ, എന്നാ പറ്റി അളിയാ? എനിക്കൊന്നും പറ്റിയില്ല എന്റെ പൊന്നുകോരെ. നീയായിട്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അളിയനെ എവിടെ തല്ലിയത്? അത് ചോദിക്കാതെ ഞങ്ങൾ വന്നത്. അളിയനൊന്നും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല പാപ്പി. അളിയൻ സമാധാനം മാത്രം പറയണ്ട. പാപ്പി, അപ്പി എവിടെ? സമയമാകുമ്പോ എത്തിക്കോളൂ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇല്ലില്ല, പാപ്പൻ എല്ലൊടിക്കാൻ ഞങ്ങൾ ഇവിടെ പോകുന്ന പ്രശ്നമേ ഇല്ല. എടാ ഇരട്ട കുഞ്ഞുങ്ങളെ, മാത്ത പോത്ത പൊന്നു കുഞ്ഞുങ്ങളെ,
നിങ്ങൾക്ക് എന്റെ മക്കളുടെ പ്രായമല്ലേ ഉള്ളൂ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. കോരച്ചായം പറയുന്നത് അപ്പുറത്തൊന്നും ഞങ്ങൾക്കില്ല. കോരച്ചായം കുത്താൻ പറഞ്ഞാൽ ഞങ്ങൾ കുത്തും, കോരച്ചായം വെട്ടാൻ പറഞ്ഞാൽ ഞങ്ങൾ വെട്ടും. എന്റെ കർത്താവേ, ഇവന്മാർക്ക് നല്ല അകത്ത് വരുന്ന വേദപുസ്തകം വായിക്കേ. ഇതൊക്കെ തല്ലുകൊണ്ടാലേ ശരിയാകത്തുള്ളൂ. എടാ മാത്താ പോത്താ എടുത്തു വരാ കൊടുവാളും സാധനങ്ങളും. ഇന്നൊക്കത്തിന്റെ എല്ല് സൂപ്പോ ജിമ്മി പാപ്പച്ച. അവന്മാരൊക്കെ വന്നിട്ടുണ്ട്. വടിവാളും കുന്തവും കടാരെ ഒക്കെ ഉണ്ട്. പറഞ്ഞ പോലെ പാപ്പച്ചേട്ടാ, ഞാൻ ഇപ്പഴാ ഓർത്തത്. ഞാനേ ഒരു ഹോമിയോപ്പതി മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. രാവിലെ കഴിച്ചില്ല, ഞാൻ പോയി കഴിച്ചിട്ട് ഇപ്പൊ വരാം. പോയി വരുമ്പം സകലതും വാ. ഇത് താനും കൂടി ഒപ്പിച്ച പുലിവാലല്ലേ, തീർത്തിട്ട് പോയാ മതി. എന്നെ കണ്ടങ്കോരൻ ഗുരുക്കളെ. എന്റെ കർത്താവേ, ഇവന്മാരെല്ലാവരും കൂടി അന്ത്യശ്വാസം വയ്ക്കാൻ പോവാണോ? എടാ കാഞ്ഞിരപ്പള്ളി പാപ്പ, പരമ തെണ്ടി. എവിടെയാ പാപ്പൻ? ഇത്രയും പേരെ ഉള്ളടാ. അമ്മയുടെ വയറ്റിലേക്ക് തിരിച്ചു പോണ്ടെന്നുള്ളവരെ നിക്ക്, ഇല്ലാത്തവർ ഓടിക്കോ. മോനെ ജിമ്മി, ഇതും കോംപ്രമൈസ് ആക്കിയല്ലോടാ. അപ്പൊ ഒന്ന് മിണ്ടായിരിയപ്പാ. എടാ പാപ്പ, കാഞ്ഞിരപ്പള്ളി പാപ്പ, വീട്ടിൽ കയറി അനാവശ്യം കാണിക്കരുത്. പാപ്പന്റെ മൂത്ത മോനാണ് അല്ലേടാ. എന്താടാ പിത്തക്കാരി നിന്റെ പേര്? ഓ ജിമ്മി. അതെ, ജിമ്മി. ജിമ്മി പാപ്പൻ. തന്റെ ഈ ഒലത്തി ചട്ടമ്പിത്തരം ഉണ്ടല്ലോ, ഉപ്പ് കണ്ടെത്തി കുടിയേറ്റ അസാടുകളെടുത്ത് എടുത്താൽ മതി. ആമ്പലെടുത്ത് കളിക്കാൻ വന്ന അനുഭവം എന്താണെന്നറിയോ? അറിയാവടാ. തന്റെ ഈ കളവുകൾ ഇന്ന് ഞാൻ അവസാനിപ്പിക്കണോ? എടാ പന്നിയുടെ മോനെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. അവമര്യാദയായിട്ട് പെരുമാറരുത്. മോന്റെ പേരെന്താ? ഞങ്ങൾ ഒരുപാട് പോലീസുകാരെ തല്ലിയ കേസുള്ളതാ. പലതവണ ജയിലിലും പോയിട്ടുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി, കയറും. ഈ വിരട്ടൊന്നും വേണ്ട. ഞാനാണെങ്കിൽ CI റാങ്കിൽ കുറഞ്ഞ ഒരുത്തനോട് സംസാരിച്ചിട്ട് തന്നെ കാലം ഒരുപാടായി. ആ കേറ് കേറ് കേറാ. പറ്റില്ല പറ്റില്ല പറ്റില്ല. ഇവനൊക്കെ വേറെ വണ്ടിയിൽ, ഇവനൊക്കെ വേറെ വണ്ടിയിൽ. പോ പോ. ഇവരെല്ലാം കേട്ട് ഇറങ്ങോട്ടെ. കോരെ, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലടാ, നിന്നെ എങ്ങനെ ഞാൻ ജാമ്യത്തിൽ ഇറക്കടാ? അലിയെ ഒന്നും പേടിക്കണ്ട. വക്കീലിനും ജാമ്യത്തിനും വേറെ വേറെ തുക. ആൾ ജാമ്യം വേണേ ആൾ ജാമ്യം. ഇതൊക്കെ ആയിട്ട് സ്റ്റേഷനിൽ വരാൻ ഏർപ്പാട് ചെയ്തിട്ടാ അലിയ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ അടിയും നെല്ലും കാണുന്നത് ഇന്നും ഇന്നലെയാണോ? അളിയൻ ചെല്ലേ, പോയി വേദപുസ്തകം വായിക്കേ. ആ എടി മക്കളെ, കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി വെച്ചോ. അമ്മാച്ചന്മാർ ഇപ്പൊ എത്തും. വിട്ടോടാ കുഞ്ഞെ. ഹലോ, തോമസ് ആണോ?
അതെ, ഞാൻ സി ഐ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഒരു അടിപിടി കേസില് ഉപ്പ് കണ്ടെത്തുന്ന 4-5 ചട്ടമ്പിമാരകത്ത് വന്നിട്ടുണ്ടോ? ആ ഉണ്ട് സാർ, അവരെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ സമയത്ത് തന്നെ അവന്മാരകത്ത് വന്നിട്ടുണ്ട്. ആ, അത് നമ്മുടെ പാർട്ടി വിട്ടാല്. സാർ, അത് ജാമ്യത്തിലുള്ള ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുക. ഡിപ്പാർട്ട്മെന്റിന് നിറയെ സഹായമുള്ള ആൾക്കാരാ. അല്പം മര്യാദ കൊടുത്ത് വിടണം. അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. ശരി സാർ. ഇരിക്കു പോരെ ചേട്ടാ. എടോ PC 432. സർ, ഉപ്പ് കണ്ടത്തെ ചേട്ടന്മാർക്ക് ഒരേ ചായ. ഉപ്പ് കണ്ടത്തെ ചേട്ടന്മാർക്ക് മാത്രം. ശരി. വിളിച്ചത് സർക്കിളായിരിക്കും. അതെ. ആ, നമ്മുടെ കുര്യച്ചനെ കള്ളൻ. അവൻ പറഞ്ഞ സമയത്ത് തന്നെ വിളിച്ചു കളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ലേ അവരിപ്പോഴിങ്ങി വരുമെന്ന്. കാപ്പിയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു, വന്ന് കഴിച്ചേ. കാപ്പിയൊക്കെ പിന്നെ. അവര് ജാമ്യത്തിൽ ഇറങ്ങിയോ? അവര് പുറകെ വരുന്നുണ്ട്. അവരിവിടെ എത്തുന്നതിന് മുമ്പ് ചെറിയൊരു വേലൊപ്പിക്കാനുണ്ടളിയാ. എന്നതാടാ കണ്ണു മഞ്ഞളിക്കുന്നേ? എന്റെ പെങ്ങക്ക് ഞങ്ങളുടെ തന്ത മടച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് സ്ത്രീധനം കൊടുത്ത സ്ഥലമായത്. ഇതിലേ കൂടെ നീ ഓസിന് വഴി നടക്കണ്ട. എന്നാലും കോരെ, ഇത് കുറച്ച് അതിക്രമാ. അവര് പിന്നെ എങ്ങനെ വീട്ടിലോട്ട് പോകും? അവരെങ്ങനെയും പൊക്കോളും. അളിയൻ പോയി വേദപുസ്തകം വായിക്കും. ദേ, എല്ലാരോടുമായിട്ടാണ് പറയുന്നത്. നിനക്കൊക്കെ കാറ് കയറ്റിക്കൊണ്ട് പോണേ വേറെ പറമ്പ് നോക്കിക്കോണം. ഇല്ലേ 6 നീന്തിയോ തോട് കയറി കടന്നു പോക്കണം. എന്താണോ നോക്കി നിൽക്കുന്നത്? പോടാ. അതോ വേലി വിളിക്കണമെന്നുണ്ടോ? അതോ ഇനി ഒരു കയ്യാങ്കളി കൂടി നോക്കണമെന്നുണ്ടോ? അല്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലടാ, 2 തോടെ എണ്ണയുടെ ചെലവേ ഉള്ളൂ. പോയേക്കാം പാപ്പച്ച, അലമ്പുണ്ടാക്കണ്ട. വടക്കെടുത്തുകാരുടെ മുറ്റത്ത് കാരിട്ട് തോട്ടിൽ കൂടെ കയറിപ്പോ. ഇനിയും അലമ്പുണ്ടാക്കാൻ നിന്നാ ശരിയാവൂല. ഒരലമ്പുണ്ടാക്കിയ ക്ഷീണമേ മാറിയിട്ടില്ല.